ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നു കേരളപ്പിറവിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തേത്. സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഡ്രസ്സിങ്ങിൽ മാത്രമല്ലായിരുന്നു കേട്ടോ, കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ വന്നത് തന്നെ കുറെ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ്. ചോദ്യങ്ങൾ മറ്റൊന്നുമല്ല, കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ജനറൽ നോളജ്. ആദ്യം തന്നെ നമ്മുടെ നെവിനോടാണ് ചോദിച്ചത്, നവംബർ 1 എന്തുകൊണ്ടാണ് കേരള പിറവി എന്നറിയപ്പെടുന്നത്? പക്ഷെ എങ്ങനെയൊക്കെ അവൻ ആൻസർ പറഞ്ഞൊപ്പിച്ചു, കേരളം പിറവി കൊണ്ട ദിവസമാണെന്ന്. അത് ലാലേട്ടൻ ശരിവെക്കുകയും ചെയ്തു. കേരള സംസ്ഥാനം രൂപീകരിച്ച ദിവസമാണ് 1956 നവംബർ 1 എന്ന്. രണ്ടാമത് ചോദിച്ചത് കേരളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണെന്നാണ്. ഇത് ചോദിച്ചത് അനുമോളോടായിരുന്നു. കാരണം അനുമോൾ BA സംസ്കൃതമാണല്ലോ പഠിച്ചത്. പക്ഷേ അനുമോളുടെ ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്നാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സംസ്കൃതമൊക്കെ അല്ലേ പഠിച്ചത്, എന്നിട്ട് ഇതിന് ഉത്തരം അറിയില്ലേന്ന്. അതിന് അനുമോൾ പറഞ്ഞ മറുപടി, ലാലേട്ട ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയെന്നാണ്. എന്തായാലും ഇതിന് അനീഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, G ശങ്കരക്കുറുപ്പ് എന്ന്. ഇതിനിടയിൽ നെവിനും ഇരുന്ന് കറക്റ്റ് ആൻസർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ ശ്രദ്ധിച്ചില്ല. ലാലേട്ടൻ ചോദിച്ച അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്നാണ്. അനീഷിന് നോവലിന്റെ പേര് അറിയാമായിരുന്നു, പക്ഷെ മറന്നുപോയെന്ന് പറഞ്ഞു. ഏതോ ഒരു സ്ത്രീയുടെ പേരാണ് ആ നോവലിന്റെ പേരെന്ന് അനീഷ് പറയുന്നുണ്ടായിരുന്നു. അത് ലാലേട്ടൻ സമ്മതിക്കുകയും ചെയ്തു. ആരും പറയാതെ ആയപ്പോൾ ലാലേട്ടൻ തന്നെ ഉത്തരം പറഞ്ഞു, ഇന്ദുലേഖ. പക്ഷെ ആ ഉത്തരത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. കാരണം എൻ്റെ അറിവിൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയും മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഇന്ദുലേഖയുമാണ്. ഇതിൽ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അടുത്തതായി ലാലേട്ടൻ ചോദിച്ച ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്നാണ്. ആദ്യം തന്നെ ചാടി എണീറ്റ നെവിന്റെ ഉത്തരം നെടുമുടി എന്നായിരുന്നു. ലാലേട്ടൻ ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ അവൻ മാറ്റി പറഞ്ഞു അതിരപ്പള്ളി എന്ന്. ഉത്തരം അറിയാത്തതിന്റെ കാര്യത്തിൽ ഷാനവാസിന്റെ വാദം ഇതായിരുന്നു, ലാലേട്ട ഞാൻ PSC ക്ലാസ്സിനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കിതിന്റെ ഒന്നും ഉത്തരം അറിയില്ല എന്ന്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പ്യാർ എന്നായിരുന്നു നെവിന്റെ ഉത്തരം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതെന്ന് ചോദിച്ചപ്പോൾ പത്തനംതിട്ട എന്നായിരുന്നു അനുമോളുടെ ഉത്തരം. എന്തായാലും ഇവരുടെയൊക്കെ ഉത്തരങ്ങൾ കേട്ടിട്ട് ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും മാത്രമല്ല നമ്മളുടെ പ്രേക്ഷകരുടെ അടക്കം കിളി പോയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു GK ബുക്ക് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുഞ്ഞിലെ പഠിച്ച് വളരട്ടെന്നേ.